ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ജിനേഷിൻ്റെ വീട്ടിൽ അമ്മയും അച്ഛനുമാണുള്ളത്. വീട്ടിൽ അവനെ വിളിച്ചിരുന്നത് ജിനു എന്നാണ്. അവൻ്റെ അമ്മയുടെ പേര് ജാനകി, അച്ഛൻ രാജേഷ്. ജിനേഷ് +2 എത്തിയപ്പോഴാണ് രാജേഷ് ഗൾഫിലേക്ക് പോയത്. പിന്നെ അവന് ഒരു മൊബൈൽ ഫോൺ വാങ്ങി അയച്ചു കൊടുത്തു. +1 മുതലാണ് ജിനു തുണ്ടൊക്കെ കണ്ടുപിടാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ആ മൊബൈൽ ഫോൺ പഠനകാര്യത്തിൽ മാത്രമല്ലാതെ എല്ലാ കാര്യത്തിനും അവന് വളരെ പ്രയോജനകരമായി. പക്ഷേ അവൻ +2 തോറ്റു. പിന്നെ വീണ്ടും എക്സാം എഴുതി. അങ്ങനെ എഴുതി അവസാനം പാസ്സായി ഡിഗ്രിയിലെത്തി. അപ്പോഴേക്കും അവിടെ വേറൊരു കാര്യം സംഭവിച്ചിരുന്നു. ജിനുവിൻ്റെ ആഗ്രഹങ്ങളും ചിന്തകളും അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് സഞ്ചരിച്ചു. അതിന് പ്രധാന കാരണം ജാനകി തന്നെയായിരുന്നു. അമ്മ പലപ്പോഴും അച്ഛനോട് വീഡിയോ കോളിൽ സംസാരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അമ്മയുടെ ഓരോ കലാപരിപാടികളും ജീനു കണ്ടു. പിന്നെ കഥ വേറെ വഴിത്തിരിവിലേക്ക് സഞ്ചരിച്ചു. അമ്മ കഴിഞ്ഞാൽ ജിനുവിൻ്റെ മനസ്സിലെ സ്ഥാനം പിന്നെ അവൻ്റെ കോളേജിലെ ടീച്ചറായ രമ്യയ്ക്കാണ്. പലപ്പോഴും ജിനു രണ്ടുപേരെ ഓർത്തോർത്ത് വിടും. അതിനു മുൻപൊന്നും അത്രയും സുന്ദരിയായ ഒരു ടീച്ചറെ കിട്ടാനുള്ള ഭാഗ്യമില്ലാതിരുന്ന ജിനുവിന് രമ്യയുടെ മുഖത്തു നിന്നും ആ ആകർഷണം തുളുമ്പി നിൽക്കുന്ന സൗന്ദര്യത്തിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ കഴിഞ്ഞില്ല. ഓരോ ദിവസവും ഓരോ മോഡേൺ സാരിയും ചുരിദാറും, അതും അത്യാവശ്യം എടുത്തു കാണിക്കുന്നതും രമ്യയുടെ സൗന്ദര്യം ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു. രമ്യ മിസ്സിന് പിള്ളേരിൽ നിന്നും മാഷുമാരിൽ നിന്നും കിട്ടുന്ന ശ്രദ്ധ ഒരു പ്രോത്സാഹനമായി എടുത്തിരുന്നു. രമ്യ എടുക്കുന്ന സബ്ജക്റ്റ് അവരെ കൊണ്ട് പിള്ളേരെ നന്നായി പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ആ സബ്ജക്റ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പിള്ളേരിൽ നിന്നും കിട്ടുന്ന ശ്രദ്ധയായിരുന്നു അവരുടെ താല്പര്യം. പിള്ളേരായാലും സമപ്രായക്കാരായാലും ഇനി അമ്മാവന്മാരായാലും ആരായാലും ആയിക്കോട്ടെ, അവരുടെ ശ്രദ്ധ ഓരോ ചിന്തകളോടെ രമ്യയെ നിരീക്ഷിക്കുമ്പോൾ കുറേശ്ശെയായി തേൻ പ്രവാഹമായിരിക്കും രമ്യയിൽ നിന്നും. അതുകൊണ്ട് ജിനുവിൻ്റെയും മറ്റ് പിള്ളേരുടെയും മുൻപിൽ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയും ഓരോന്ന് കാണിക്കുകയും രമ്യ ചെയ്തു. പാവം പിള്ളേർക്ക് അറിയില്ലല്ലോ ഇതൊക്കെ അവർ കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്ന്. ആ ക്ലാസ്സിലെ പിള്ളേരിൽ ചിലർ അവർ പഠിപ്പിക്കുന്നതിൽ ശ്രദ്ധിക്കുമ്പോൾ മറ്റു ചിലർ ഓരോരോ ഭാവനകളിൽ സഞ്ചരിക്കുകയായിരിക്കും. ജിനു ആ രണ്ടാമത്തെ കൂട്ടത്തിലാണ്. പുതിയ ഫോൺ ജിനുവിനെ തുണ്ടിച്ചിത്രങ്ങളുടെ ലോകവുമായി പരിചയപ്പെടുത്തി. പലതും ഓർത്തുകൊണ്ടും കണ്ടുകൊണ്ടും കലാപരിപാടി തുടർന്നു കൊണ്ടിരുന്നു. അത് പിന്നെ ശീലമായി മാറി. ഇപ്പോൾ ഒന്നിനും ഒരു നിയന്ത്രണമില്ലാതായി മാറി. ജിനു ദർശിച്ചിട്ടുള്ള ആദ്യ സൗന്ദര്യ പാഠം ജാനകിയാണ്. പ്രായം 40-42 ആയെങ്കിലും കണ്ടാൽ അത്ര തോന്നിക്കില്ല. ഒരിക്കൽ ജിനു ഒരു നിരീക്ഷണം നടത്തി. അവർ അറിയാതെ, ഇല്ല ചേട്ടാ, ഞാൻ ഇട്ടിരിക്കുകയാ. ഫോൺ പിടിക്കുമ്പോൾ ഇതെങ്ങനെ മാറ്റാനാ? അതുകൊണ്ടാട്ടോ. അല്ല, ചേട്ടൻ ഇത്രയും പെട്ടെന്ന് എല്ലാം മാറിയോ? എന്താ ഇത്ര തിടുക്കം? ഓ പിന്നെ, അല്ല ചേട്ടൻ ഇന്ന് നല്ല ഉന്മേഷത്തിലാണല്ലോ. ശരി, ഞാനിതാ മാറുന്നു. അങ്ങനെയുള്ള ഓരോ സംസാരങ്ങൾ. പിന്നെ ജാനകി 2 കൈയും പൊക്കി തലമുടി കെട്ടിവെക്കുന്നു വീഡിയോ കോളിലൂടെ. പിന്നെ വീഡിയോ കോളിലും രാജേഷ് എല്ലാം വീക്ഷിക്കുന്നു. അങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നതും നിരീക്ഷിച്ച് ജിനുവിന് വല്ലാതായി. ആദ്യമൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ അവന് ഒരു കുറ്റബോധം ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ലാതായി. കാരണം അവൻ നിസ്സഹായനായിരുന്നു. എങ്കിലും ജിനുവിൻ്റെ ഈ മാറ്റം ജാനകി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഈ പ്രായത്തിൻ്റെ ഭാഗമായി കണക്കുകൂട്ടി വിട്ടു. അങ്ങനെ ഒരിക്കൽ അവൻ്റെ മുറിയിൽ കയറിയ ജാനകി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. എടാ, എന്തുപാടാ ഇത്? നിന്റെ മുറിയിൽ നിന്ന് എന്തോ മണം വരുന്നുണ്ടല്ലോ. ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് എത്ര കാലമായടാ? അത് കേട്ടപ്പോൾ ജിനു അമ്മയെ നോക്കി. ഞാൻ വൃത്തിയാക്കിക്കൊള്ളാം അമ്മേ. ഇപ്പോൾ ഞാൻ ചെറിയ പണിയില്ല. അവൻ എപ്പോഴും ഇങ്ങനെ ഓരോ ഒഴിവ് കഴിവ് പറയാറുണ്ട്. ജാനകി, എന്ത് പണിയാ
ഫോണിലാണോ നിന്റെ പണിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്ന് കാണിച്ചേ നിന്റെ ഫോൺ എന്നും പറഞ്ഞ് ദേഷ്യഭാവത്തോടെ ജാനകി കൈ നീട്ടി. ജിനു, അത് വേണ്ടമ്മേ, ഞാൻ പിന്നെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവൻ ഫോൺ മാറ്റി. എന്നിട്ട് മുഖമുയർത്തി കട്ടിലിനപ്പുറം നിൽക്കുന്ന അമ്മയെ നോക്കി. ജിനുവിന്റെ നോട്ടം കണ്ട് അവർ ചോദിച്ചു, എടാ, എന്താ നീ നോക്കുന്നേ? നിന്റെ എന്തെങ്കിലും കാണാതെ പോയോ? അതും പറഞ്ഞ് ജാനയെ കൈകൾ കട്ടിലിൽ കുത്തിക്കൊണ്ട് അവനെ നോക്കി. ഒന്നുമില്ലമ്മേ, അവൻ മറുപടി പറഞ്ഞു. എന്താ, ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കട്ടോ. നിന്റെ ഫോണിലെ ഹോംവർക്കൊക്കെ പിന്നെ ചെയ്ത് തീർത്താൽ മതി. ഒരു ചിരിയാലെ ജാനകി അതും പറഞ്ഞ് അവിടമാകെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ജിനുവിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സഞ്ചരിച്ചു. അത് ഇടം കണ്ടിട്ട് ജാനകി ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഒരു വല്ലാത്ത ഒരു ഇത് അവരിൽ കയറി. പെട്ടെന്ന് തന്നെ ജാനകി അവനെ ഒന്ന് പാളി നോക്കി. അവൻ പറഞ്ഞു, വൃത്തിയാക്കിക്കോളാം അമ്മേ. അത് കേട്ട് ജാനകി നീട്ടി മോളെ. ഇതാ, ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. അപ്പോഴേക്കും ഇവിടെയെല്ലാം മൊത്തം ക്ലീനാക്കി വെച്ചേക്കണം കേട്ടോ. കുളിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ട് അവർ വീണ്ടും അങ്ങനെ പറഞ്ഞു. പക്ഷെ അവനൊന്നും മിണ്ടിയില്ല. എന്താ മോനെ, നീ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ലാമേ, ഞാൻ മുറി ക്ലീനാക്കിക്കോളാം, അവൻ ഒരു പരുങ്ങലോടെ പറഞ്ഞു നിർത്തി. അവന്റെ കവിളിൽ മൃദുവായി തഴുകിക്കൊണ്ട് കണ്ണിമ വെട്ടാതെ നോക്കി ജാനകി പറഞ്ഞു, എന്നാ ഞാൻ പോയിട്ട് വരാം. അപ്പോഴേക്കും ക്ലീനാക്കി വെക്ക്. അപ്പോൾ ജിനു അവരുടെ കണ്ണിൽ നോക്കി ശരി എന്ന അർത്ഥത്തിൽ തലയാട്ടി. ജാനകി ഒരു പുഞ്ചിരിയാലെ പതുക്കെ നിവർന്നു നിന്നു. ജിനുവാണെങ്കിൽ ആകെ വല്ലാതായിരിക്കുവാണ്. പിന്നെ ജിനു താഴേക്ക് നോക്കിയതും അബദ്ധം മനസ്സിലായ ജാനകി ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും അറിയാത്ത ഭാവത്തിൽ അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു. ജിനു അവിടെ ഇരുന്ന് വിയർത്തു. പെട്ടെന്ന് അവൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ജാനകി ചിരിച്ചു. അത് കണ്ടപ്പോൾ അവന് ചെറിയ ആശ്വാസം തോന്നി. അവനും ചിരിച്ചു. അവന്റെ കവിളിൽ ചെറുതായി ചുമന്ന നിറം വരുന്നുണ്ടായിരുന്നു. ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന മട്ടിൽ ജാനകി മുറിയിൽ നിന്നും ഇറങ്ങി വാതിലടച്ചു. നിമിഷങ്ങൾക്കകം തന്നെ മുറിയിൽ നിന്നും എന്തോ നേർത്ത ശബ്ദം കേട്ടപ്പോൾ അവർക്ക് ചിരി വന്നു. ഏതായാലും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് നോക്കാമെന്നും കരുതി അവർ അവിടെ നിന്നും പോയി. ഇങ്ങനെ പല പ്രാവശ്യം അവർ ജിനുവിനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അവൻ തിരിച്ചു. അങ്ങനെ ഒരിക്കൽ രാത്രി ജിനു പതിവ് പോലെ പടം കാണുകയായിരുന്നു. അപ്പോഴാണ് അപ്പുറത്ത് നിന്നും അമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടത്. അച്ഛനായിരിക്കും വീഡിയോ കോളിൽ വിളിക്കുന്നത് എന്ന് അവന് മനസ്സിലായി. അവൻ പതിയെ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് ചെന്നു. വീണ്ടും നിരീക്ഷണം തുടങ്ങി. എന്നിട്ട് പറ ചേട്ടാ. കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? ആണോ? എന്നിട്ട് ബാക്കി പറയുന്നേ പ്ലീസ്, ബാക്കി പറ. എന്നിട്ട് ഇതായിരുന്നു അവരുടെ സംഭാഷണം. ജിനു എല്ലാം പതുങ്ങിക്കൊണ്ട് നിരീക്ഷിച്ചു. അവന്റെ കണ്ണുകൾ വിടർന്നു. കൊള്ളാലോ. അങ്ങനെ അവൻ പതിയെ ഫോൺ എടുത്ത് എല്ലാം പകർത്താൻ തുടങ്ങി. അങ്ങനെ അവരുടെ സംഭാഷണം കാട് കയറിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് നിയന്ത്രണം തെറ്റി അവന്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണത്. അതിന്റെ ശബ്ദം കേട്ട് ജാനകി ഞെട്ടി ഒച്ച വെച്ചു. അതിന്റെ വെപ്രാളത്തിൽ ഫോൺ തറയിൽ നിന്നും എടുക്കുമ്പോഴേക്കും കൈ തട്ടി കതക് തുറന്നു. അപ്പോഴേക്കും ജാനകി അവനെ കണ്ടു. താൻ കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലായ അവൻ കണ്ണുമേയിച്ച് എന്തു ചെയ്യണം എന്നറിയാതെ അങ്ങനെ ഉറച്ചു നിന്നു. ജാനകിയും കണ്ണുമേയിച്ച് അങ്ങനെ നോക്കിയിരിക്കുവാണ്. പെട്ടെന്ന് അവൻ വേഗം കതകടച്ച് അവിടെ നിന്നും സ്ഥലം വിട്ടു. എന്തായാലും അവനിൽ നിന്നും ഇത്രയും ജാനകി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ രാത്രിയിൽ ഇവന് ഉറക്കമില്ലേ, അവർ ചിന്തിച്ചു. കുറച്ചു സമയം കഴിഞ്ഞതും അവർ എണീറ്റ് കതക് തുറന്ന് അവനെ നോക്കി. അവൻ അപ്പോഴേക്കും അവന്റെ മുറിയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാനകി അവന്റെ മുറിയിൽ ചെന്നു. നോക്കുമ്പോൾ അവനാകെ വിഷമിച്ച് കട്ടിലിരിപ്പാണ്. നീ അത്രയും പറഞ്ഞതും അവൻ അമ്മയൊന്ന് നോക്കി. പിന്നെ ഒരു മടിയോടെ മുഖം താഴ്ത്തി ജാനകി പതുക്കെ നടന്ന് കട്ടിലിരുന്നു. എന്നിട്ട് കട്ടിലുണ്ടായിരുന്ന അവന്റെ ഫോൺ കയ്യിലെടുത്തു.
അമ്മേ, ഞാൻ. അവൻ പതിയെ പറഞ്ഞു. മോനെ, നിന്റെ ഈ പരിപാടി തുടങ്ങിയിട്ട് എത്രയായി? അത് കേട്ടതും അവനൊന്ന് പരുകി. അമ്മേ, ഞാൻ. പറയടാ, എത്രയായെന്നാ ചോദിച്ചത്? അത് അമ്മേ, കുറച്ചു കാലമായി. ആഹാ, കൊള്ളാലോ. ഉം, ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായി വരുന്നുണ്ട്. അമ്മേ, പറ്റിപ്പോയി, സോറി. അവൻ വിഷമത്തോടെ പറഞ്ഞു. അവനാകെ നാണം കെട്ട് മുഖവും താഴ്ത്തിയിരിപ്പാണ്. പെട്ടെന്ന് ജാനകി അവന്റെ താടി പിടിച്ചുയർത്തിയതും അവൻ അമ്മയെ നോക്കി. പിന്നെ ഒരു മടിയോടെ നോട്ടം മാറ്റി. മുഖത്തേക്ക് നോക്കടാ, അവർ പറഞ്ഞു. സോറി അമ്മേ, അവൻ വീണ്ടും പറഞ്ഞു. അത് കേട്ടതും അമ്മയുടെ മുഖത്തെ ആ ദേഷ്യഭാവം പതിയെ മാറി ഒരു പുഞ്ചിരി വിടർന്നത് അവൻ കണ്ടു. അവന് അതിശയമായി. എടാ, ഞാനിതൊക്കെ ആദ്യമേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നുണ്ടായതുപോലെ നീ അത്രയ്ക്ക് അങ്ങോട്ട് കടന്ന് നല്ല കാര്യം ചെയ്യുമെന്ന് ഞാൻ ഒട്ടും കരുതിയതല്ല. എങ്കിലും അത്രയും പറഞ്ഞ് ജാനകി നിർത്തി. അമ്മയ്ക്ക് ഇതെന്ത് പറ്റി എന്ന ഭാവത്തോടെ അവൻ സൂക്ഷിച്ചു നോക്കി. ജാനകി തുടർന്നു. ഡാ, അതൊക്കെ പോട്ടെ, എന്തായിരുന്നു ഫോൺ കൊണ്ടുള്ള നിന്റെ പ്രകടനം? നീ ഒരു നല്ല ഫോട്ടോഗ്രാഫർ തന്നെയാണല്ലോ ചെക്ക. കല്യാണ വീട്ടിലൊക്കെ എടുക്കുന്ന പോലെയായിരുന്നില്ലേ നിന്റെ പ്രകടനം? ജാനകി ഒരു കളിയാക്കലോടെ അങ്ങനെ പറഞ്ഞത് ജിനു മുഖം താഴ്ത്തി. ഡാ, ഏതായാലും പകർത്തി അതൊന്ന് കാണിച്ചേ എന്നും പറഞ്ഞ് ജാനകി ഫോൺ എടുത്തു. ജിനു ആകെ വല്ലാതായി. അങ്ങനെ അവർ ഫോണിൽ എല്ലാം കണ്ടു. അപ്പോൾ എല്ലാം പകർത്തിയിരിക്കുന്നു, എല്ലാം ജിനു കണ്ടിരിക്കുന്നു എന്ന് ജാനകിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. ഡാ, നീ ആള് കൊള്ളാലോ. ഭാവിയിൽ നീ നല്ലൊരു വീഡിയോഗ്രാഫർ ആകും കേട്ടോ. എന്താ ഒരു എടുപ്പ്? മതിയാമേ, ഒന്ന് നിർത്താമോ? അതും പറഞ്ഞ് ജിനു എണീറ്റ് പോകവേ അവർ കൈ പിടിച്ചു നിർത്തി. ഇതാ, ഇതിനുള്ള സമ്മാനം വാങ്ങാതെ പോകുവാണോ? അത് കേട്ടതും ഒന്നും മനസ്സിലാവാതെ അവൻ നോക്കി. ജാനകി തുടർന്നു. ഇതാ, അപ്പോൾ കാര്യങ്ങൾ ഇവിടം വരെ ആയ സ്ഥിതിക്ക്. അത്രയും പറഞ്ഞ് അവർ ജിനുവിനെ നോക്കി ചിരിച്ചു. എന്താ അമ്മേ, മനസ്സിലായില്ല? എന്താ, സമ്മാനം വാങ്ങിയിട്ട് പോടാ ചെക്ക. ഇന്ന ഇത് വെച്ചോ, അവർ പറഞ്ഞു. പിന്നെ അങ്ങനെ സമയം കടന്നു പോയി. പിന്നീട് അവർ പോയി. എന്തായാലും ഇത്രയും വലിയ സമ്മാനം കിട്ടുമെന്ന് ജിനു ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതും താൻ അത്രയേറെ ആഗ്രഹിച്ച ഒരു സമ്മാനം. ജിനു സന്തോഷത്തോടെ ചിരിച്ചു.